അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ, ആമീൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടിൻ്റെ മാസമാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ പേരിൽ മഹാനവറുകളുടെ സ്മരണ അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, ആമീൻ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരാണ്? അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ വെച്ച് ശ്രേഷ്ഠമായവരാണ്. 4 അഖ്താബുകളാണല്ലോ. ആ അഖ്താബുൽ അർബഈങ്ങളിൽ 1-ാം സ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ മാസം മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ മാസമായിരുന്നു. അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇപ്പോൾ ജമാദുൽ ഊലയാണ് വന്നിട്ടുള്ളത്. ഈ ജമാദുൽ ഊല എന്ന് പറയുന്നത് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടിൻ്റെ മാസമാണ്. മഹാനായ മഹാനവറുകൾ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അഖ്താബുൽ അർബഈങ്ങളിൽ 1-ാം സ്ഥാനക്കാരനാണെങ്കിൽ 2-ാം സ്ഥാനം അലങ്കരിക്കുന്നത് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ്. മഹാനവറുകളെ സംബന്ധിച്ച് മഹാനവറുകളുടെ മാലയിൽ, മഹാനവറുകളുടെ മരിഫായി മാലയിൽ ഒരു വരിയുണ്ട്. എന്താണ് ആ വരി? 40 നാളവർ മുന്നിൽ ഖിളിർ വന്ന് നാവാലൊരു പാശം ചൊല്ലില്ല എന്നോവർ. അപ്പോൾ ഖിളിർ ചൊല്ലി, ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. റിഫായിൽ മാലിൽ പറയുന്നതാണ്. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളുടെ ഹദറത്തിൽ വന്നു. പക്ഷേ ഈ 40 ദിവസവും വന്നപ്പോഴും ഒരക്ഷരം മിണ്ടിയില്ല. ഇതനുഭവിച്ചറിഞ്ഞ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഔലിയാക്കന്മാരിൽ ഇത്രയും സംസാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മതയും കണിശതയും പുലർത്തുന്ന ഒരു ഔലിയായിനെ റിഫായി ശൈഖ് റളിയല്ലാഹുവിനേക്കാൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആരാണ് പറയുന്നത്? നബി എന്ന സ്ഥാനം അല്ലാഹു കൊടുത്ത് അലങ്കരിച്ച ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറയുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഇവിടെ എന്താണ് ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടും എന്തുകൊണ്ട് സംസാരിച്ചില്ല? അതേ സംസാരത്തിൽ എന്തെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടാത്തത് വന്നു പോകുമോ എന്ന് ഭയന്നതിൻ്റെ പേരിലാണ് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കാനിരുന്നത്. അത് തന്നെയല്ലേ ഔലിയാക്കന്മാരുടെ രീതി. അതേ ആളുകൾ സംസാരിക്കുന്ന ഇടത്ത് അവരിൽ നിന്ന് മാറി നിൽക്കും. കാരണം അവിടെ അന്യ ആളുകൾ വേറെ ആളുകളുടെ കുറ്റം പറയാൻ സാധ്യതയുണ്ട്. അവിടുത്തെ സംസാരം അവിടുന്ന് ആ കുറ്റം പറച്ചിൽ സംസാരിച്ചു പോകുമോ? ആളുകൾ കുറ്റം പറയുന്നതിൻ്റെ, മറ്റുള്ള ആളുകളുടെ കുറ്റം പറയുന്നതിൻ്റെ ഇടയിൽ അഥവാ ഞാനും കുറ്റം പറഞ്ഞു പോയാലോ, അറിയാതെ കുറ്റം പറഞ്ഞു പോയാലോ എന്ന് പേടിച്ചതിന് വേണ്ടിയായിരിക്കാം അതേ ഔലിയാക്കന്മാർ ആളുകൾ സംഗമിക്കുന്നിടയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് കേൾക്കുന്നത്.
കേൾക്കുന്നതും അതുപോലെ തന്നെയാണ്. മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ തനിച്ച് ഇബാദത്തിൽ കൂടാൻ ആഗ്രഹിക്കുന്നത്. അവർ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ പോയി ഇബാദത്തിൽ മുഴുകുന്നത്, അവർ കാടുകളിൽ കയറി ഇബാദത്തുകൾ മുഴുകുന്നത്. ഈ വിഷയങ്ങളെല്ലാം പേടിച്ച് തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കേൾക്കുകയും സംസാരിക്കുകയും വേണ്ടി വരുമോ എന്ന് പേടിച്ചതിൻ്റെ മേലാണ്. അത്രയും സൂക്ഷ്മതയാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പോലും 40 ദിവസം വന്നിട്ട് പോലും മിണ്ടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറയട്ടെ. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മദീന റൗളയിൽ വന്നുകൊണ്ട് നബി തങ്ങളുടെ ചാര വന്നുകൊണ്ട് ഒരു ബൈത്ത് പാടുകയാണ്. ഫീ ഹാലത്തിൽ ബഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനിക കൈ തുഹ്ലാ ബിഹാ ശഫതി. ലോകത്തിൻ്റെ നേതാവേ, അഷ്റഫുൽ ഖൽഖായവരേ, അങ്ങയുടെ ചാരയിതാ റൗള ഷരീഫിൻ്റെ ചാര്, അങ്ങയുടെ ചാരതാ ഞാനിപ്പോൾ വന്നിട്ടുണ്ട് നബിയേ. ഞാൻ എൻ്റെ ശരീരം വിദൂരത്താകുന്ന സമയത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയിലേക്ക് എന്നും പറഞ്ഞയക്കാറുണ്ട്. എന്നിട്ട് ഞാൻ സായുജ്യവും സമാധാനവും സന്തോഷവും നേടാറുണ്ട്. ഇപ്പോഴിതാ എൻ്റെ ശരീരം തന്നെ അങ്ങയുടെ അടുക്കൽ വന്നിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ഷറഫാക്കപ്പെട്ട ആ കൈയൊന്ന് ഇങ്ങോട്ട് നീട്ടിത്തന്നാൽ ഞാൻ മതിവരിയോളം ചുംബിക്കട്ടെ നബിയേ എന്ന് റൗള ഷരീഫിൻ്റെ ചാരി നിന്നുകൊണ്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതാ ഈ ബൈത്തങ്ങ് പാടിയപ്പോൾ അതാ അവിടുന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യതാ റൗള ഷരീഫിലൂടെ പൊന്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതാ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ആ ഷറഫാക്കപ്പെട്ട കയ്യെ മതിവരുവോളം ചുംബിക്കുന്നു. എന്നിട്ട് അതാ ആ കൈ അതാ ഉള്ളിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ആ സംഭവം നടക്കുമ്പോൾ ഒരു പ്രകാശം വന്നതായിട്ട് അവിടെയുള്ള ഹജ്ജിന് വന്ന ആളുകൾ സാക്ഷിയാണ്. അവിടുത്തെ കൈ കണ്ടതും മറ്റുള്ളവർ കണ്ടതും ഒരു പ്രകാശം പോലെ വന്നതും ഇതൊക്കെ അന്ന് ഹജ്ജിന് വന്ന ആളുകൾക്ക് സാക്ഷിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത്രയും വലിയ കറാമത്ത് കാണിച്ച മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ആണ്ടിൻ്റെ മാസമാണ്. നിങ്ങളെല്ലാവരും മഹാനവറുകൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ, ഒരു യാസീനോ ഓതാൻ വേണ്ടി, ഫാത്തിഹെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനും ഓതുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫാത്തിഹ ഓതുന്നതാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതും, നിങ്ങളും ഓതുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ ഔലിയാക്കന്മാർ, പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ മദദ്, നുസ്റത്തും ഹിഫ്ള്, ഹിമായത്തും തർബിയത്തും ഞങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലും അല്ലാഹു നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എന്ത് മുറാദുകളാണെങ്കിലും അല്ലാഹ് നീ സാധിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹ് നീ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും രോഗങ്ങളെല്ലാം നീ ഷിഫയാക്കണം റഹ്മാനെ. മുറാദുകൾ ഹാസിലാക്കണം അല്ലാഹ്. ദോഷങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ.
റഹ്മാനുറഹീമായ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുവാനും ധാരാളം സ്വലാത്തും സലാമും ചൊല്ലുവാനും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ പല പ്രാവശ്യം ചെയ്യുവാനും മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരയെത്താനും മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരയെത്താനും ഒക്കെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അർഹമുർറാഹിമായ അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ജോലികളിലും സമ്പാദ്യങ്ങളിലും ഞങ്ങളുടെ മക്കളിലും മാതാപിതാക്കളും ഭാര്യ മക്കളിലും ഒക്കെ നീ കുടുംബങ്ങളിലും ഒക്കെ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണം അല്ലാഹ്. അർഹമുർറാഹിമായ അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا تقبل منا دعاءنا بحق شيخ أحمد الكبير الرفاعي قدس الله سره العزيز. آمين 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 برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.